ലൈഫിൽ എന്തൊക്കെയോ നേടണമെന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വി സ്റ്റാർട്ട് വിത്ത് 10 സെക്കൻഡ് റൂൾ. ഞാനിവിടെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഒന്നുമല്ല ചെയ്യുന്നത്. ലൈഫിൽ ഡിസിപ്ലിൻ ചെയ്യണമെന്നുണ്ട് എന്നാൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു 5 സിമ്പിൾ ടിപ്സ് ആണ് നൽകുന്നത്. നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട 5 പ്രധാന റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റൂൾ ഏതാണെന്ന് നോക്കാം. നമ്മൾ 5 സെക്കൻഡ് റൂൾ ഒക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ 10 സെക്കൻഡ് റൂൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കും. നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, നാളെ ജിമ്മിൽ പോകണം, നാളെ ഇത്ര ചാപ്റ്റർ പഠിക്കണം. എന്നാൽ നാളെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തിന്? നേരെ ചൊവ്വെ പറഞ്ഞ ടൈമിൽ എഴുന്നേറ്റിട്ട് കൂടിയും ഉണ്ടാവില്ല. ഇതിനൊക്കെ കാരണം ആ 10 സെക്കൻഡ് ആണെന്ന് പറയും. നമ്മൾ എഴുന്നേറ്റ ഉടനെയുള്ള ആ 10 സെക്കൻഡ്, ഈ 10 സെക്കൻഡ് നമ്മൾ ബ്രെയിനിന് ചിന്തിക്കാൻ ടൈം കൊടുത്താൽ അൺനെസസറി ആയിട്ടുള്ള എല്ലാം ചിന്തിച്ചിട്ട് നമുക്ക് കംഫർട്ട് സോൺ സജസ്റ്റ് ചെയ്യും. അതായത് ഇന്ന് ജിമ്മിൽ പോകണ്ട, ഇന്ന് കുറച്ചുകൂടി ഉറങ്ങാം, ഇന്ന് മെഡിക്കൽ ലീവ് എടുക്കാം. ഇതുകൊണ്ട് തന്നെ ഈ 10 സെക്കൻഡ് നമ്മൾ ബ്രെയിനിന് ചിന്തിക്കാൻ ടൈം കൊടുക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കണം. അതായത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. കണ്ണ് തുറന്ന ഉടനെ വിത്തിൻ 1 to 2 സെക്കൻഡ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുക. ഇങ്ങനെ ചെയ്താൽ അന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അതെല്ലാം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കും. നെക്സ്റ്റ് വൺ ഈസ് ഓൾവേസ് ഹാവ് പോസിബിൾ സ്ട്രാറ്റജീസ്. ഇവിടെയാണ് മോസ്റ്റ് പീപ്പിൾ വിൽ ഫെയിൽ. വി ഓൾവേസ് ഹാവ് അൺറിയലിസ്റ്റിക് സ്ട്രാറ്റജീസ്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഗോൾസ് ഉണ്ടാവും, ഇതെല്ലാം ഒറ്റയടിക്ക് നേടുകയും വേണം. എക്സാമ്പിൾ കോളേജ് സ്റ്റുഡൻസ്, ഇവർക്ക് ഒരു ഗോൾ ഉണ്ടാവും. ഓക്കെ, ഇന്ന് ഞാൻ 3 ചാപ്റ്റേഴ്സ് പഠിക്കും. മോസ്റ്റ് ഓഫ് ദ കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി ഓൾവേസ് ഷുഡ് ഹാവ് സ്മോൾ ഗോൾസ്. ഒറ്റ ചാപ്റ്റർ പഠിക്കാം, അല്ലെങ്കിൽ നാളെ 1.5 ചാപ്റ്റർ പഠിക്കാം. ഇവൻ നാളെ വീണ്ടും 1 ചാപ്റ്റർ ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. അത് വിട്ടിട്ട് നമ്മൾ പുഷിങ് യുവർ സെൽഫ് ടു ഡു മോർ ദാൻ വാട്ട് യു ക്യാൻ ഡു ഈസ് വിൽ പ്രഷറൈസ് യു. അത് നിങ്ങളെ ഡ്രെയിൻ ചെയ്യപ്പെടും. ഇങ്ങനെ സ്വന്തമായിട്ട് പ്രഷറൈസ് ചെയ്തിട്ട് നാളെ അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതി ആകുന്നതിലും നല്ലത് വി സ്റ്റാർട്ട് വിത്ത് ദ സ്മോൾ ഗോൾസ്, അല്ലേ? So start with the small promises and keep the promises to yourself. Another rule is ready to start even with imperfections. നമുക്കെല്ലാമുള്ള മറ്റൊരു പ്രോബ്ലമാണിത്. പെർഫെക്ഷന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. ഇത് ശരിയായ കാര്യമല്ല. എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാര്യം പറയാം. യൂട്യൂബ് തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ സെറ്റിങ്സോ ഒന്നും അറിയില്ല. എനിക്ക് ഈവൻ നല്ലൊരു ക്യാമറ കൂടി ഇല്ല എന്ന് കരുതി ഞാൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നില്ല. ഐ സ്റ്റാർട്ട് യൂട്യൂബ്. ഈവൻ അവിടെ ക്യാമറ വാങ്ങിക്കാനോ സ്റ്റാൻഡ് വാങ്ങിക്കാനോ ഈവൻ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാനോ ആരെങ്കിലും കൈ കൊടുത്ത് എഡിറ്റ് ചെയ്യാനോ ഞാൻ നിന്നില്ല. ഐ സ്റ്റാർട്ട് വിത്ത് ഇംപെർഫെക്ഷൻസ്, ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇന്ന് ഞാൻ ചെയ്തതിനെക്കാട്ടി നാളെ കുറച്ചുകൂടി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ചെയ്യും. അങ്ങനെ one day I will do with perfections. Keep in mind that anything to start from scratch doesn't have to be perfect. It can be imperfect. Another rule ആണ് one step at a time and trust the process. നമുക്കെല്ലാമുള്ള മറ്റൊരു പ്രോബ്ലമാണ് we will rush for things. എന്നിട്ട് ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വേണം. നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സോങ്ങിൽ തന്നെ ഹീറോ റിച്ച് ആവണത്. ഇതെല്ലാം റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യമല്ല. ഇതിന് ഹാർഡ് വർക്ക് വേണം. ബട്ട് ഹാർഡ് വർക്ക് ഓൾസോ ക്യാൻ ഫെയിൽ. നമ്മൾ ഗ്രാഫ് ഒക്കെ കണ്ടിട്ടില്ലേ, ഗ്രാഫ് വിൽ ബി ഗോയിങ് അപ്പ് ബട്ട് 1 point ഇറ്റ് വിൽ ഡ്രോപ്പ്. ഈ ഡ്രോപ്പിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഗ്രോത്ത് ഈസ് ഓൾവേസ് സൗണ്ട്സ് ലൈക്ക് ദാറ്റ്. ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും. എന്നാൽ കടലിലെ തീരുമാനം കണ്ടിട്ടില്ലേ, ഒന്ന് വീക്കായ അടുത്തത് ഡബിൾ പവറിൽ തിരിച്ചു വരും. അതുപോലെ തന്നെ നമ്മളൊന്ന് വീക്കായ നെക്സ്റ്റ് ടൈം നമ്മൾ ഡബിൾ ആയിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് റൂൾ, കൺസിസ്റ്റൻസി. നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ഡെയിലി ചെയ്തിരിക്കും എന്ന തീരുമാനം. നമുക്ക് സ്വയം പുഷ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ഹാവ് എ അക്കൗണ്ടബിൾ പാർട്ട്ണർ. എന്ന് വെച്ചാൽ നമുക്ക് 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ, മറ്റൊരാളെ ഏൽപ്പിക്കുക. എന്നെ 5 മണിക്ക് എഴുന്നേൽപ്പിക്കണം, അല്ല ഇന്ന് പഠിക്കണം, ഇന്ന് ജിമ്മിൽ പോകണം, ഇത് ചെയ്യണം. എന്തായാലും ആസ്ക് ദം ടു പുഷ് യു ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡിഡ് ഇറ്റ്. ദേ ഓൾവേസ് ഷുഡ് കൗണ്ട് ദ ചെക്ക് ഓൺ യു വെദർ യു ആർ ഡൂയിങ് ഇറ്റ് ഓർ നോട്ട്. നമുക്ക് അവരോടുള്ള അക്കൗണ്ടബിലിറ്റി കാരണം നമ്മളത് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് സ്വയം പുഷ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ അക്കൗണ്ടബിൾ ആയിട്ട് എടുക്കുക. എനിക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തേ പറ്റൂ, നമ്മളത് ചെയ്യും. ഓർക്കുക, ഒരു കാര്യം നമ്മൾ ഒരു വട്ടം സ്കിപ്പ് ചെയ്താൽ ഓക്കെ, നമ്മളത് വീണ്ടും 2 പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് വരും. ഓൾവേസ് കൺസിസ്റ്റന്റ് ഇൻ വാട്ട് എവർ യു ഡു, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ടാലന്റ് അല്ല, കൺസിസ്റ്റൻസിയിലൂടെയും നമുക്ക് നമ്മളോടുള്ള പ്രോമിസിലൂടെയും ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ട്രൈ ദിസ് റൂൾസ് ആൻഡ് ഓൾവേസ് ട്രസ്റ്റ് ദ പ്രോസസ്. ഐ എം ഷുവർ സക്സസ് ഈസ് യുവേഴ്സ്. See you on next video. Bye bye.